ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യുക. കുഞ്ഞു സ്റ്റെപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ 2024 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കാണുക. ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ്. ഇവിടെ എൻ്റെ വീടടക്കം മൊത്തം 9 വീടുണ്ട്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ ഭാഗത്താണ് ഉള്ളത്. ഇതാണ് നമ്മുടെ പുരയിടം. ഈ വീടും പരിസരം ഏകദേശം കുറച്ചൊക്കെ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. എന്നാലും ഞാനൊന്ന് കാണിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മളെ വീഡിയോയിലൊക്കെ അങ്ങോട്ട് കിടക്കാം. ഇതൊരു വൈകുന്നേരം സമയമാട്ടോ. നല്ല അടിപൊളി സായാഹ്നം. ഇപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇങ്ങനെ ഇറങ്ങിയ സമയത്താണ് ഒരു അച്ഛനും മോനും കൂടി കുറച്ച് കല്ല് പുറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കല്ല് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അക്കൂറത്തിലും ചെടിച്ചട്ടിയിലും ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുഴയിൽ കുറച്ച് കാറ്റും കൊണ്ടൊക്കെ ഇരുന്ന് കുളി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം കുറച്ചായി, ഇരുട്ടായി. ഞങ്ങൾ ചെക്കണ്ട് ഫോണിൽ ഗെയിം കളിച്ചിരിക്കണം. മറ്റുള്ളതാണെങ്കിലും അവിടെ എന്തോ ഒരു കളിയിലാണ്. അമ്മയാണെങ്കിലോ അടുക്കളയിൽ പൊരിഞ്ഞ പണിയിലും. ശരിക്കും പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടായിരുന്നു. അപ്പോഴും ഞാൻ ചെടിക്കൂട്ടത്തേക്ക് നോക്കിയപ്പോൾ ഒരു അനക്കം കണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കോഴികൾ ഇല കൊത്തിപ്പെറുക്കി തിന്ന്. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഫ്ലാഷൊക്കെ ഒന്ന് ഓണാക്കി. അപ്പോൾ അവർ കൂട്ടുകൂടാനുള്ള പരിപാടി ഒന്നുമില്ല. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കോഴികളാക്കണ കൊത്തിപ്പെറുക്കി തിന്നു. അതുകൂടാതെ നമ്മൾ അല്ലാതെ വേറെ ഇട്ടും കൊടുക്കണം. പക്ഷെ എന്നിട്ടും ആക്കണം അവരെന്തിനാണ് ഈ വൈകിട്ട് ഈ ഇല കൊത്തിപ്പെറുക്കി തിന്നണത്? അത് ചില കോഴികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തോ അവരെന്തെങ്കിലും അസുഖം എന്തെങ്കിലും മാറ്റാനോ എന്തെങ്കിലും ദഹനത്തിനോ വേണ്ടിയിട്ടായിരിക്കും. കോഴികളൊക്കെ കൂട്ടിലടച്ച് അമ്മ എന്താ എടുക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് ചെന്ന് കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ് കക്ഷി. ഈ ഒരു മാസം ഈ ഒരു 6:30 ആകുമ്പോഴത്തേനും നേരെ കൊണ്ട് ഇരുട്ടാവും. ഈ ഒരു മാസം തോന്നുന്നത് രാത്രി കൂടുതലും പകൽ കുറവാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. സ്കൂൾ കുട്ടിയപ്പം പെങ്ങളും 2 കുട്ടികളും വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബഹളമാണത്. രാത്രിയത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് ശരീരം വേർക്കില്ല. അപ്പോൾ ഞാൻ നേരെ പുലർച്ചെ 6 മണിയായപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഓടാന്ന് വിചാരിച്ച് വന്നാണ്, ഒന്ന് വേർക്കണം. അപ്പോൾ വന്നപ്പോൾ നല്ല മഞ്ഞുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. എന്തായാലും പണ്ടത്തെ പോലത്തുള്ള തണുപ്പൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നേരത്തിന് അപാര തണുപ്പ് കയറി. ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നമ്മളെ ഓട്ടം കൊണ്ട് തുടങ്ങാം. ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്മാരാണ് ഈ മടിയന്മാർ. ഈ പക്ഷികളും മൃഗങ്ങളൊക്കെ സൂര്യന് ഉദിക്കും മുമ്പേ ഒരു 7:30 നാഴി മുന്നേ എണീറ്റിട്ടുണ്ടാവും. അക്കാര്യത്തിൽ ഉറപ്പാണ്. നമ്മൾ ഈ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങിയിട്ട് രാവിലത്തെ ഇങ്ങനെ ചില എക്സർസൈസുകളൊക്കെ ചെയ്താക്കണം. ആരോഗ്യം പൂർണ്ണമായിട്ട് നിലനിൽക്കും. ശരിയല്ലേ? ദിവസം ഒരു അരമണിക്കൂർ നടന്നാൽ തന്നെ മതി. ഇതിപ്പോൾ ഇന്നൊരു ദിവസം മാത്രം ഇങ്ങനെ ഓടിയാൽ പോരട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഓടിയൻ്റെ വേദന എന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് ഉണ്ടാവും. അപ്പം ഒരാഴ്ച എങ്കിലും ഓടണം. കാരണം ഇപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ശരീരം ഒന്നും വേർക്കണില്ല. അപ്പം എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെ ഒരു ഓട്ടം. ഇവിടെ ഓടാൻ നല്ല സുഖമാട്ടോ. ഈ ഗ്രൗണ്ടിൽ കല്ലൊന്നുമില്ല, മണലായതുകൊണ്ട് എങ്ങനെ എത്ര സ്പീഡിലും ഓടിപ്പോവാം. നമുക്ക് വേണമെങ്കിൽ ചാടും ചെയ്യാം. കല്ലുത്തൊന്നും പേടിയില്ല. നമ്മുടെ കാൽപാത മണ്ണായിട്ട് ബന്ധമാണ്. ഇങ്ങനെ ഈ ഗ്രൗണ്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ പറയുക, ഞാൻ അമ്മേൻ്റെ നാട്ടിലാണ് സ്കൂൾ പഠിക്കുന്ന കാലം. അന്ന് ഇതുപോലെ അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഇതുപോലെ റൗണ്ടിൽ അങ്ങനെ ഓടി കുറേ നേരം വേർത്ത് കുളിക്കണ വരെ, ഇങ്ങനെ കുഴങ്ങണ വരെ ഞാൻ അങ്ങനെ ഓടിയെന്നല്ല, ഓടി നിന്ന് നോക്കുമ്പോൾ നിൽക്കാൻ വയ്യ. വളഞ്ഞങ്ങനെ പോവുക. വളയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരി ഓട്ടോമാറ്റിക്കായിട്ട് വളയുക. ആകെ പിടിച്ച് നിൽക്കാൻ വയ്യ. വളഞ്ഞങ്ങനെ പോവുക. അതിൽ ഞാൻ സ്കൂളത്തെ പഠിക്കുമ്പോൾ കുറച്ചിട്ട് ഒന്ന് കടന്നു നോക്കി. ആ വളയുന്ന ഭാഗത്ത് ഓപ്പോസിറ്റ് കടന്ന് അത് ശരിയാവില്ലെന്ന് വിചാരിച്ചൊരു 10 മിനിറ്റ് കടന്ന് അതിൽ അവിടെ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ വീണ്ടും വളയും. കുടുങ്ങിയിലെ വീട്ടിൽ പോകാനും വയ്യ. ആകെ പേടിച്ച് എന്താ സംഭവം എന്ന് ഡോക്ടർക്ക് പോകേണ്ടി വരുമെന്ന് വരെ വിചാരിച്ചു. എന്തായാലും ഞാൻ വളഞ്ഞുകൊണ്ടായാലും എങ്ങനെയൊക്കെ വീട്ടിലങ്ങോട്ട് പോയി, വീട്ടിലങ്ങോട്ട് ഒപ്പിച്ച് വീട്ടിലെത്തി. ആ വളയുന്ന ഭാഗത്തേക്ക് അങ്ങനെ കടന്നങ്ങോട്ട് ഉറങ്ങി ഒരു 2 മണിക്കൂറോളം. അതിൽ ഞാൻ എണീറ്റ് ഉറക്കത്തിൽ എണീറ്റ് നോക്കി. അപ്പം നീച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ശരിയാണ്. അങ്ങനെ ഞാൻ ചെന്ന് കുളിച്ചു. ചേച്ചിനോട് ചോദിച്ചു എന്താ സംഭവം എന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അങ്ങനെ ഓടിയെന്ന് പറഞ്ഞു.
അപ്പോൾ ചേച്ചി സംഭവത്തിൽ നല്ല പേടിച്ചും ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ വളയണുണ്ടപ്പം അങ്ങനെ സംഭവം ഉണ്ടായി. അങ്ങനെ എൻ്റെ ഓട്ടം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാണ്. അതിന് വീട്ടിൽ ചെന്നപ്പം അമ്മ രാവിലത്തെ ചായക്കടി കപ്പ വറച്ചു ചെന്നു. അപ്പോൾ കപ്പ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കപ്പ വറവിട്ട് വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് ഉണ്ടാവുമെന്ന്. അപ്പം അമ്മ പറഞ്ഞു വേണമെങ്കിൽ അവിടുന്ന് ഒരു കപ്പ കൂടി പറിക്കാമെന്ന് പറഞ്ഞു. പറിച്ചു വെച്ച കപ്പ ഏതായാലും അമ്മ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിന്ന് വറവിട്ട് വെക്കണം. കപ്പ തികയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അമ്മയും കൂടി കപ്പ പറിക്കാൻ പോവാണ്. സാധാരണ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പ എന്ന് മാത്രമല്ല പൂള എന്ന് പറയലുണ്ട്. അങ്ങനെ അമ്മ ചെറിയൊരു തൈ വയ്ക്ക് പറിക്കാനുള്ള പരിപാടിയാണ്. അപ്പം അമ്മ ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് പറിക്കൽ ഞാൻ തന്നെ ഈ കരട്ടോ. ഈ പൂള ഞാൻ അമ്മയും കൂടിയാണ് ഇവിടെ നട്ടത്. ഏകദേശം ഒരു 7 മാസത്തോളം ആയിട്ടുണ്ടാവും. പെങ്ങളും കുട്ടികളൊക്കെ ക്രിസ്മസ് പൂട്ടിന് ഒന്നാണ്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഇടാൻ കഴിഞ്ഞത്. ഇപ്പോൾ കുറേ പൂള ഞങ്ങൾ ഇന്ന് കളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുവോളം അവർക്ക് കഴിക്കാനായിട്ട് ഇവിടെ ഈ പൂള ഇവിടെ നിർത്തിയതാണ്. എന്തായാലും ഞാൻ ആ പൂള കൊണ്ട് പറിച്ചെടുക്കുമ്പോൾ അതിനാകെ 2 കായുള്ളൂ. ഒരു കായ് പൊട്ടിയും ചെയ്ത് അപ്പം അതിന് വേണ്ടിയിട്ട് കളക്കാണ്. എന്നാലും രാവിലത്തെ എല്ലാവർക്കുള്ള ചായക്കടിക്കുള്ള വക ആയിന്. പൂള പറിച്ചെടുത്തിട്ട് മാത്രമല്ല കേട്ടോ, പറിച്ചെടുത്ത പൂളാക്കണ അതിൻ്റെ കമ്പ് വെട്ടിയിട്ട് അവിടെ തന്നെ നടന്നുകൊണ്ട് ഇത് അടുത്തൊരു വർഷത്തിന് വേണ്ടിയിട്ടാണ്. ഈ അമ്മയിട്ടൊക്കെ ഈ പൂളൊക്കെ ഇങ്ങനെ കുത്തണ്ടെന്നൊക്കെ പഠിപ്പിച്ചത്. അത് തല കുത്തനെ കുഴിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അത് ഒരു കമ്പ് അവിടെ കുഴിച്ചിട്ടു. അതിന് മേലെ ചെറിയൊരു ഗ്ലാസ് പോലത്തെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചപ്പം വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ വെയിലും കൊള്ളൂല. അതിൽ രണ്ട് കൈ കുറച്ചും കൂടി അങ്ങനെ കപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിന്ന് വറവിട്ട് എടുക്കണം. ഇതാണ് പൂള കൂട്ടാൻ. ഇങ്ങനെ ഈ വറവിട്ട് വെക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടി കേട്ടോ. വെള്ളം ഇറാൻ പാടില്ല, പാകത്തിന് വെള്ളം പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ചായക്കടി റെഡി. ഇങ്ങനെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പച്ചമുളക് കീറിടണം, കറിവേപ്പില ഇടുക. അത് വെന്തതിന് ശേഷം നമ്മൾ കടുകിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിലിട്ട് വറവിട്ട് എടുക്കുക ചെയ്യാം. അടുക്കളത്തെ കലാപരിപാടിക്ക് ശേഷം ഞാൻ പുഴയ്ക്ക് കുളിക്കിറങ്ങിയാണ്. അങ്ങനെ നല്ലൊരു അടിപൊളി കുളി അങ്ങോട്ട് പാസ്സാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ആവശ്യത്തിന് തണുപ്പുണ്ട്. കുറച്ച് നേരം ഒന്ന് നീന്തി. ഈ ചെറുപ്പം മുതലേ ഈ പുഴ കണ്ടു വളർന്നതുകൊണ്ട് നീന്തൽ എന്ന് പറഞ്ഞാൽ നല്ല ഭാഷയായി തന്നെ അറിയാം. ചില ദിവസമൊക്കെ നമ്മൾ ഈ അക്കരയ്ക്ക് പോയി വരാറുണ്ട് കേട്ടോ. എന്നാലും പേടിയാണ്. ഇപ്പോൾ ഈ മണലൊക്കെ കോരുകൊണ്ട് പലയിടത്തും എങ്ങനെയാണ് ആഴെന്ന് പറയാൻ പറ്റില്ല. അപ്പം നീന്തൽ അറിയുന്ന വേണം. ഇവിടുന്ന് ഈ ഒരു കരയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെന്ന് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അക്കരയാണ്. അതിനിടയിലൊന്നും ഒരു ഗ്യാപ്പുമില്ല. അത്യാവശ്യം ആഴമുണ്ട്. പണ്ടൊക്കെ ഈ മണൽ കോരാത്ത കാലത്താണ് നമുക്ക് ഈ ഇക്കരന്ന് അക്കരക്ക് നടന്നു പോയെന്ന് മുട്ടിന് ഉള്ള വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പല ഭാഗത്തും പലതരത്തിലുള്ള കുണ്ടുകളാണ്. ഈ ഒരു രാവിലത്തെ ഈ ഒരു കുളി ഉണ്ടല്ലോ, ഈ ഒരു മുങ്ങിക്കുളി, അത് പറഞ്ഞ് അറിയിക്കുക എങ്ങനെ. നല്ലൊരു സുഖം, നമ്മളെ ശരീരത്തിന് തന്നെ നല്ലൊരു കുളിരാണ്. ഈ ഒരു കുളി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ അത് അങ്ങനെ നിലനിൽക്കും. കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം അമ്മ ഉണ്ടാക്കിയ പൂള വെട്ടി അങ്ങനെ വീങ്ങാണ്. നല്ല അടിപൊളി ടേസ്റ്റുണ്ട്. കുറച്ച് 2 പപ്പടം കൊടുത്ത്, പിന്നെ ചെറിയ ചമ്മന്തി ഉണ്ട്. ചായക്കുടി കഴിഞ്ഞ് ഞാനിപ്പോൾ എന്താ പിന്നെ എടുക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ വീടും പരിസരം നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് വലിയൊരു റബ്ബർ തോട്ടം. പിന്നെ അടുക്കള ഭാഗം നിൽക്കണമെന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്തേക്ക്. അടുക്കള തറ കെട്ടി വെച്ചിട്ടുള്ളൂ, അടുക്കള കയറിയിട്ടില്ല.
ഈ അടുക്കളൻ്റെ തറ എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റിലാണ് ഈ തറ കെട്ടി വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 300 കല്ലോളം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെട്ടല്ലാണ്ടാണ് കെട്ടിയത്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തെക്ക് ഭാഗത്താണ് ബാത്റൂം. അത് നമ്മളെ അടുക്കളയാണ്. ഷെഡിലാണ് താൽക്കാലികമായിട്ട് പാചകം ചെയ്യുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളൊരു സ്ഥലമായിട്ടത്. ഇതെന്ന് പറഞ്ഞാൽ വെട്ടുപാറുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് അധികമാക്കുന്ന ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അധികം താത്തേണ്ടി വന്നിട്ടൊന്നുമില്ല. എന്നാലും കുറച്ച് താത്തിട്ടുണ്ട്. അത്ര റിസ്ക് എടുത്തിട്ടാണ് താത്തിയത്. പിന്നെ ഇതാണ് ബാത്റൂം. ഇപ്പോൾ ബാത്റൂമിൻ്റെ കുറച്ച് പണി കൂടെ തീർക്കാണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് വീടിൻ്റെ തറേൻ്റെ ഫൗണ്ടേഷന് അനുസരിച്ചാണ് ഞാൻ ഈ ബാത്റൂമിൻ്റെ തറ കെട്ടിയത്. അത്ര ഹൈറ്റിൽ കെട്ടേണ്ടി വന്നു. ഇതിപ്പോൾ ചില ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും. കാരണം നമ്മുടെ പെങ്ങൾക്ക് ചാനലുണ്ട്, സൂര്യ ഡ്രീംസ്. അപ്പോൾ അവളുടെ ഈ ചാനലിലൂടെ പലരും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്നാലും ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടാക്കിയെന്നുണ്ടോ. അപ്പോൾ അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ട് അത് ഏകദേശം ഒരു 4-5 കൊല്ലം ഒരു കേടും സംഭവിക്കാതെ നിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലത് ഞാനതൊന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അച്ഛനെ പണ്ട് കാലത്താണ് ഇങ്ങനത്തെ വീടുണ്ടാക്കാൻ കുറേ പോയിട്ടുണ്ട്. മാത്രമല്ല നാടൻ പണികളൊക്കെ നല്ല വശമുള്ളൊരു ആളെന്ന് അച്ഛൻ എന്ന് പറഞ്ഞു. വീടിൻ്റെ മുൻവശം എന്ന് പറഞ്ഞാൽ ഈ ഒരു മുൻഭാഗം ഞാൻ തേച്ചിട്ടില്ല. അപ്പോൾ അവിടെ അങ്ങനെ സിറ്റ് ഔട്ടിൽ ഞാൻ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്താണ്. ഇത് വെട്ടുകല്ലാണ് അങ്ങനെ നിർത്തിയതാട്ടോ. ഇത് നമ്മൾ വാൾപുട്ടി റോളർ ഇട്ടാണ്ട് ഒന്ന് റഫാക്കി എടുത്താണ്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ തന്നെ തേച്ചതും പൊട്ടിട്ടതും പെയിൻ്റ് അടിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ വെട്ടലിങ്ങനെ ആദ്യം വെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്താണ്. അതിന് ചെറുതായിട്ടൊന്ന് ക്ലിയർ അടിച്ചു. വീടിൻ്റെ ഉൾവശത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഹാളും 2 റൂമും. അപ്പോൾ വാതിലൊക്കെ വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉൾവശത്തെ പണികളൊക്കെ ഏകദേശം തീർത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ മകളെ കുട്ടിയാണ്, വിഷ്ണു. അപ്പോൾ അവൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഞാനിങ്ങനെ ലാമിനേഷൻ ചെയ്ത് വെച്ചാണ്. പിന്നെ ഒരു കലണ്ടറും ഉണ്ടാക്കി. പിന്നെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റൂം, അതായത് എൻ്റെ റൂം. പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മണൽപ്പണി ഉണ്ടായിരുന്നു. പുഴയിൽ നിന്ന് മണൽ കോരുക, അങ്ങനെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീട് തേച്ചത്. ഷോക്കേസ് വെച്ചതും വയറിങ് കഴിച്ചതും കറണ്ട് എടുത്തൊക്കെ. പിന്നെ വാതിൽ വെച്ചു, കിടക്കാനൊരു കട്ടിലുണ്ടാക്കി. അത് ഏകദേശം പണികളൊക്കെ തീർത്തു. അപ്പോൾ ഉൾവശത്ത് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അതിനുശേഷം ഞാൻ പെയിൻറ്റും അടിച്ചു. പിന്നെയെന്ന് പറഞ്ഞത് പഞ്ചായത്തിൽ നിന്ന് പാസ്സായൊരു വീടാട്ടോ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 75,000 ആണ് കിട്ടിയത്. നമ്മളാക്കണ ഈ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ 75,000 കൊണ്ടൊന്നും തികഞ്ഞിട്ടില്ല. പുറമെ വേറെ പൈസ കൂട്ടിയിട്ടുണ്ട്. അതിപ്പോഴത്തെ കാലത്ത് തന്നെയാണ്. അന്ന് സാധനത്തിന് അതിനനുസരിച്ച് ഇല്ല വില ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കമ്പിക്കും സിമെൻറ്റിനും ഒക്കെ വില അത്യാവശ്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മുറ്റത്തിൽ തെങ്ങുണ്ടായിരുന്നു. അത് ഞാനങ്ങനെ പെഴുതെടുത്തുകൊണ്ട് അങ്ങോട്ട് ഇട്ടതാണ്. ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ളൊരു തെങ്ങ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ആ തെങ്ങ് നിന്നത് നമ്മളങ്ങനെ ഒരു കോവിഡ് കാലം, അതായത് മറക്കാൻ സാധ്യതയില്ല. ആ ഒരു കാലത്തിലാണ് ഞാൻ ഈ അടുക്കളുടെ തറ കെട്ടിയത്. അന്ന് പറഞ്ഞ മനുഷ്യന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചൊരു കാലം കോവിഡ് കാലം. കൂടെ വെക്കണ 2018 സംഭവിച്ച ആ ഒരു പ്രളയക്കാലം, മഴ പെയ്തിട്ട് അന്ന് പുഴയിലൊക്കെ വെള്ളം കൂടിയാകെ അങ്ങനെ മനുഷ്യന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സമയത്താണ് ഞാൻ ഈ അടുക്കളൻ്റെ തറ കെട്ടിയത്. ഏകദേശം ഒരു 300 കല്ലോളം വന്നിട്ടുണ്ട്. അടുക്കളക്കുള്ള ഫൗണ്ടേഷനൊക്കെ കയറി വെട്ടലാകുന്ന നീളത്തിന് വെച്ചിട്ടാണ് പടുത്തത്. അങ്ങനെ ഓരോ കല്ലുകൊണ്ട് പോയി ഓരോ ദിവസം അങ്ങനെ പടുത്തുണ്ടാക്കി. ഇത്രയും ഹൈറ്റിലാണ് അത് ഞാൻ പടുത്തത്. ആ കോവിഡ് കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടും പോകാനൊന്നും വയ്യല്ലോ, വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ. അങ്ങനെ ആ 300 കല്ല് വെച്ചിട്ട് ഞാൻ പടുക്കാൻ തന്നെ തീരുമാനിച്ചു. കുറ്റൊക്കെ അടിച്ച് നൂലൊക്കെ കെട്ടി പടുത്തു. ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിലാണ് കെട്ടിയത്. മേലക്കുള്ള ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റിൽ ആണ് കെട്ടിയത്. പിന്നെ ഇതൊക്കെയുള്ള മണ്ണെന്ന് പറഞ്ഞാൽ അതാണ് രസം. ആ മുറ്റത്തുള്ള തെങ്ങാണ് ഇവിടെ ഒരാളുകൊണ്ട് ഞാൻ മുറപ്പിച്ചു. എന്നിട്ടത് കളച്ചെടുത്ത് ദിവസങ്ങളോളം അത് കളച്ച് അതിൻ്റെ കുറ്റി അവിടെ നിന്ന് ഒഴിവാക്കി. അവിടെ നിന്നാണ് ഈ തറയ്ക്കുള്ള മണ്ണ് കിട്ടിയത്. അങ്ങനെ തറയിൽ നിറച്ചു ആ മണ്ണിട്ടാണ്ട്. എന്തായാലും കോവിഡ് അങ്ങനൊരു ഗുണം ഉണ്ടായി. നമ്മുടെ സ്വന്തം തറകൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് കെട്ടാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ തറയും അതിൻ്റെ ചുമരും ഞാൻ തന്നെയാണ് കെട്ടിയത്.
അതുകൊണ്ടാണ് എനിക്ക് പടം അറിയില്ല എന്ന് ആരും പറയരുത്. ഇപ്പോൾ നമ്മളെ വീടും പരിസരമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പരിചയപ്പെട്ടി. അതിന് ശേഷമാണ് പെങ്ങളുടെ കുട്ടികളുമുണ്ട്. അവർക്ക് പാളമാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു തെങ്ങുതോട്ടത്തിൽ വന്നാണ്. ഇത് പാളെന്തിനാണ്? വലിച്ച് കളിക്കാൻ. അങ്ങനെ നമ്മൾ ആ തെങ്ങുതോട്ടത്തിലേക്ക് പോയി. അവിടെ ചെറിയൊരു ഷെഡുണ്ട്. ആ ഷെഡിലൊക്കെ ഒന്ന് കയറി വയ്ക്കി. അപ്പം ഞാൻ കയറുന്ന കണ്ട பார்ക്കണേ അവർ രണ്ടും കൂടി എൻ്റെ പിന്നാലെ കയറി വന്ന്. കുട്ടികളെന്ന് പറഞ്ഞാക്കണേ എന്താ ഞാൻ വീട്ടിൽ പോവുകയാണെങ്കിൽ അവർ പിന്നാലെ അങ്ങോട്ട് വരാൻ നോക്കും. പോര് കുക്കർ പോയത് ചട്ട കുടിച്ചോ കുടിക്കോ. അതിനുശേഷം ഉൽക്കാക്കണ് ഒരു പാളൊക്കെ എടുത്ത് കൊടുത്ത് വിശന്നപ്പം വീട്ടിൽ വന്നപ്പോൾ കറി കേട്ടുണ്ട്, പൊരിച്ച മീനുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് പെങ്ങളെ ചോറ് കൊടുത്തു, കൂടെ ഞാനും കഴിച്ചു. എന്താ പറയുക, പിന്നെ ആ കൊണ്ടുവന്ന പാളക്ക് അവരതിന് ഒരു സ്വസ്ഥയും കൊടുത്തിട്ടില്ല. ഞാൻ ആ സ്ക്രീൻ മാറ്റി തരാം. മതി ആ സ്ക്രീൻ വീഡിയോ എടുത്തിട്ടില്ല. ഇല്ല പോയി കൊടുത്തു. ഇനി പോ. അങ്ങനെ അവരെ കുട്ടികളെ കളി കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചെക്കനാകണ ഫോൺ കളിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ഗെയിം കളിക്കുകയാണ്. അമ്മാണെങ്കിൽ ഓരോ പണി എടുത്തുകൊണ്ട് എടുക്കുക. അപ്പോൾ പെങ്ങളൊക്കെ ആകണ പോകുന്നൊരു ദിവസം ആണെന്ന്. അപ്പോൾ അവർ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. കുട്ടിയാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ അതുവരെക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബൈ ബൈ. വീണ്ടും കാണാം.